സ്നേഹത്തിനും സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന സ്ഥാനാരോഹണ വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷ സന്ദേശം നൽകുകയായിരുന്നു മാർപ്പാപ്പ. ഇത് സ്നേഹത്തിന് സമയമാണ്. നമുക്ക് ദൈവത്തിലേക്ക് നടക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, സമാധാനമുള്ള ഒരു ലോകത്തിനായി പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. തന്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നുവെന്ന് പറഞ്ഞാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. നാം ഒരുപാട് ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം നമ്മെ വേദനിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുശേഷം വ്യക്തമാക്കുന്നത് ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല എന്നതിന്റെ ഉറപ്പാണ്. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എൻ്റെ എന്തെങ്കിലും മികവ് കൊണ്ടല്ല, അത് ദൈവഹിതമായിരുന്നു. ഒരു സംഗീതോപകരണത്തിലെ തന്ത്രികൾ എങ്ങനെ ഒരു സുന്ദരമായ സംഗീതം പുറപ്പെടുവിക്കുന്നുവോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഞാൻ ഭയത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സഹോദരനായാണ് വരുന്നത്, നിങ്ങളുടെ സന്തോഷത്തിലും വിശ്വാസത്തിലും നിങ്ങളുടെ സേവകനായിരിക്കാൻ. ദൈവത്തിലേക്കുള്ള സ്നേഹത്തിന്റെ പാതയിൽ നിങ്ങളുടെ ഒപ്പം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കുടുംബമായി നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹവും ഐക്യവുമാണ് പ്രധാനമെന്നും മാർപ്പാപ്പ പറഞ്ഞു. പിതാവിൽ നിന്ന് ക്രിസ്തു എങ്ങനെയാണോ ജനങ്ങളെ നയിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത്, ഉത്ഥാനത്തിന് ശേഷം ആ ദൗത്യം നമ്മിലേക്ക് എത്തുകയാണ്. വിശുദ്ധ പത്രോസ് എങ്ങനെയാണ് ഈ ദൗത്യം നിർവഹിച്ചത്? പത്രോസിന്റെ ജീവിതം ദൈവത്തിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു. അയൽക്കാരനെ സ്നേഹിക്കുക, സഹോദരന്മാരെ സ്നേഹിക്കുക. എൻ്റെ ആദ്യത്തെ ആഗ്രഹം ഐക്യമുള്ള ഒരു സഭ എന്നതാണ്. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നായിരിക്കണം. ചെറിയ ചെറിയ സംഘങ്ങളായി ഒതുങ്ങുന്നതല്ല, മറ്റൊന്നിനേക്കാൾ മേധാവിത്വമുണ്ടെന്ന് കരുതുന്നതുമല്ല. മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നൽകുന്നതിനാണ് നാം വിളിക്കപ്പെട്ടതെന്ന ബോധ്യമുണ്ടാകണം. അത് സാധ്യമാകണമെങ്കിൽ മറ്റുള്ളവരുടെ സാമൂഹികവും ആത്മീകവുമായ സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും മാർപ്പാപ്പ പറഞ്ഞു. വിശുദ്ധ പത്രോസിന്റെ 267 പിൻഗാമിയായ ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പ്രാദേശിക സമയം രാവിലെ 10-ന് സ്ഥാനാരോഹണ വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിച്ചത്. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുൻപായി മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലൂടെയുള്ള തന്റെ ആദ്യത്തെ പോപ്പ് മൊബൈൽ സവാരി നടത്തി. പതാകകൾ വീശി വിവ ഇൽ പാപ്പ എന്ന് ആർത്ത് വിളിക്കുന്ന വിശ്വാസ സാഗരത്തിന് നടുവിലൂടെയായിരുന്നു യാത്ര. ഏവരെയും കൈവീശി അഭിവാദ്യം ചെയ്ത് ചത്വരത്തിലേക്ക് പാപ്പ എത്തിയപ്പോഴേക്കും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ മണികൾ ഉറക്കെ മുഴങ്ങി. മാർപ്പാപ്പ പൗരസ്ത്യ സഭകളിലെ പാത്രിയാർക്കീസ്മാർക്കൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിങ്കൽ അല്പസമയം പ്രാർത്ഥിക്കുകയും ധൂപാർച്ചന നടത്തുകയും ചെയ്തതിനു ശേഷം പ്രദക്ഷിണമായാണ് ബലിവേദിയിലെത്തിയത്. വിശുദ്ധ കുർബാന മധ്യേ ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാല്യവും സ്വീകരിച്ചതോടെ സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ് പൂർത്തിയായി. ലത്തീൻ ഗ്രീക്ക് ഭാഷകളിലുള്ള സുവിശേഷ പാരായണത്തിന് ശേഷമാണ് മാർപ്പാപ്പ പാല്യവും മോതിരവും സ്വീകരിച്ചത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാൻ, വൈദികൻ, ഡീക്കൻ എന്നീ വ്യത്യസ്ത പദവിയിലുള്ള 3 കർദിനാൾമാരാണ് ഈ ചടങ്ങ് നിർവഹിച്ചത്. ഡീക്കൻ കർദിനാളാണ് മാർപ്പാപ്പയെ പാല്യം അണിയിച്ചത്. തുടർന്ന് മാർപ്പാപ്പയുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യവും സഹായവും ഉണ്ടാകുന്നതിനായി വൈദിക കർദിനാൾ പ്രത്യേക പ്രാർത്ഥന ചൊല്ലുകയും ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം മെത്രാൻ കർദിനാളിൽ നിന്ന് മാർപ്പാപ്പ മോതിരം സ്വീകരിച്ചു. പാല്യവും മോതിരവും സ്വീകരിച്ചതിനു ശേഷം മാർപ്പാപ്പ സുവിശേഷവും വഹിച്ച് ദൈവജനത്തെ ആശീർവദിച്ചു. തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 പേർ ദൈവജനത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രതീകാത്മകമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം മാർപ്പാപ്പ സുവിശേഷ സന്ദേശം നൽകുകയും വിശുദ്ധ കുർബാന തുടരുകയും ചെയ്തു. സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയുൾപ്പെടെ 100-ലേറെ ലോകരാജ്യങ്ങളിൽ നിന്നായി ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും നേതാക്കളും രാജകുടുംബങ്ങളും പങ്കെടുക്കുന്നുണ്ട്.